പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ്. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദൈവജന സന്ദേശം കേൾക്കുന്നത് നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും അത്രയും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം വ്യക്തമായി തിരുവചനം വായിക്കുമ്പോൾ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ അഭിഷേകത്തിൽ നിൽക്കുന്ന ഓരോ ദൈവ പൈതലിനും പോരാട്ടമുണ്ട്, ഫൈറ്റിംഗ് ഉണ്ട്. ഈ പോരാട്ടം എന്ന് പറയുന്നത്, ഫൈറ്റിംഗ് എന്ന് പറയുന്നത്, യുദ്ധം എന്ന് പറയുന്നത് കാണുന്ന ലോകത്തിലല്ല, കാണാത്ത ലോകത്തിലാണ്. ദൃശ്യമേഖലയിലല്ല, അദൃശ്യ ലോകത്തോടാണ് യുദ്ധം ചെയ്യുന്നത്. നമുക്ക് പോരാട്ടമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളും നമ്മുടെ മേൽ ദൈവമേൽപ്പിച്ച ശുശ്രൂഷകളും നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകവും എത്രത്തോളം വലുതാണോ അത്രത്തോളം വലുതായിരിക്കും നമ്മൾ നേരിടാൻ പോകുന്ന പോരാട്ടവും. പല ആളുകളും പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ എനിക്ക് ശുശ്രൂഷ തരണമേ, എനിക്ക് കൃപ തരണമേ, എനിക്ക് അഭിഷേകം തരണമേ, എനിക്ക് അങ്ങയുടെ ശക്തി തരണമേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകണമേ, അന്ത്യകാല ഉണർവിന് വേണ്ടി എന്നെ ഉപയോഗിക്കണമേ, എൻ്റെ തലമുറകളെ ഉപയോഗിക്കണമേ. ശക്തമായ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. വലിയ വാഗ്ദത്തങ്ങളെ കൊടുക്കണമേ. ഈ പ്രാർത്ഥനകളെല്ലാം നല്ലതാണ്, ദൈവം അതുപോലെ ചെയ്യും. പക്ഷേ അതിനൊരു മറു സൈഡുണ്ട്, മറുവശമുണ്ട്. വാഗ്ദത്തം വലുതാണെങ്കിൽ പോരാട്ടവും വലുതായിരിക്കും. നിന്റെ മേലുള്ള വിളി വലുതാണെങ്കിൽ നീ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രതിസന്ധികളും വലുതായിരിക്കും. ഇന്ന് കടന്നു പോകുന്ന ശോധന, പ്രാർത്ഥിക്കുന്നുണ്ട് നിരന്തരം. രാത്രിയുടെ യാമങ്ങളിൽ, പ്രഭാത സമയത്ത്, എല്ലാവരും ഉറങ്ങുമ്പോൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ മറ്റാർക്കും ഇല്ലാത്ത ശോധന നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ചിട്ട് എന്താ ഇങ്ങനെയെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ, ഓർത്തോണം, പോരാട്ടം നിന്നോടല്ല, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയോടാണ്. നിന്നെക്കുറിച്ച് നിൻ്റെ അകത്ത് ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന അഭിഷേകത്തോടാണ്. ആ അഭിഷേകത്തിലൂടെ നീ ചെയ്തെടുക്കേണ്ട, ദൈവനാമ മഹത്വത്തിന് വേണ്ടി നീ ചെയ്തെടുക്കേണ്ട ആ വലിയ പദ്ധതിയോടാണ്, ആ ദൈവത്തിൻ്റെ ആ വലിയ പ്രോജക്റ്റിനോടാണ് ഫൈറ്റിങ്. അതിനെ ആത്മാവിൽ കണ്ടുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. അത് കുടുംബജീവിതത്തിലായിരിക്കാം, ശരീരത്തോടുള്ള ബന്ധത്തിലായിരിക്കാം, ജോലിസ്ഥലത്തായിരിക്കാം, വ്യക്തിപരമായ ജീവിതത്തിലായിരിക്കാം. വലിയ പോരാട്ടങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടോ? ഓർത്തോണം, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ചെറുതല്ല, അത് വലുതാ. വലിയ പോരാട്ടം നേരിടുന്ന വ്യക്തികളെ, ഇന്ന് ഈ മെസ്സേജ് നിങ്ങളോട്, ഈ ഒരു പ്രവചന ശബ്ദം നിങ്ങളോട്, അത് നിങ്ങളുടെ തകർച്ചയ്ക്കല്ല, അതിൻ്റെ അപ്പുറത്ത് ദൈവം വെച്ചിരിക്കുന്ന ആ വലിയ പ്രോജക്റ്റിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ് നിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണാൻ പോവുകയാണ്. അതിനാണ് ഇപ്പോൾ നീ കടന്നു പോകുന്ന ശോധന. വേദപുസ്തകത്തിനകത്ത് ദൈവം ഉപയോഗിച്ച അഭിഷക്തന്മാരെ എല്ലാം എടുത്തു വെച്ച് നോക്ക്. അവർ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ കാണുന്നത് മാത്രമേ എല്ലാവരും കാണുന്നുള്ളൂ. അവർ പ്രാർത്ഥിക്കുമ്പോൾ തീ ഇറങ്ങുന്നു, അവർ പറയുമ്പോൾ സൂര്യൻ നിൽക്കുന്നു, ചന്ദ്രൻ നിൽക്കുന്നു, വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നു, വീര്യപ്രവൃത്തി നടക്കുന്നു. പക്ഷേ ഇതിൻ്റെ മറു സൈഡിൽ അവർ കൊടുത്തൊരു വിലയുണ്ട്. അവർ കൊടുത്ത വിലയെന്ന് പറഞ്ഞാൽ അവർ നേരിട്ട പീഡനങ്ങളാണ്, അവർ ഫേസ് ചെയ്ത പ്രതിസന്ധികളാണ്. എന്നാൽ അതിൻ്റെ മുമ്പിൽ, ആ പോരാട്ടത്തിൻ്റെ നടുവിൽ അവർ തല കുനിഞ്ഞു പോയില്ല. അവരതിൻ്റെ മറികടന്ന് ദൈവമേൽപ്പിച്ച ഭൗത്യം അവർ പൂർത്തീകരിച്ചു. ഭൗത്യ പൂർത്തീകരണം വിജയിച്ചിരിക്കുന്ന അവസ്ഥ മാത്രമേ ആളുകൾ കാണുന്നുള്ളൂ. അതിൻ്റെ പിന്നിൽ അവർ ഫേസ് ചെയ്ത പോരാട്ടങ്ങൾ അവർ കാണുന്നില്ല. സഹോദര സഹോദരി, ഇന്ന് നീ അനുഭവിക്കുന്ന പോരുകളോ പോരാട്ടങ്ങളോ പ്രതിസന്ധികളോ കണ്ണുനീരോ ആരും കാണുന്നില്ല. അതിൻ്റെ ആഴം ആരും അറിയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതിനപ്പുറത്തൊരു റിസൾട്ട് ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. ഈ പോരാട്ടത്തിൻ്റെ ഒരു എൻഡിൽ ഒരു റിസൾട്ട് ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. അത് ലോകം കാണാൻ പോവുക. വിശ്വസിക്കുന്നവരാമേൻ പറ. ഓരോ ഭക്തന്മാരെ എടുത്ത് വെച്ച് നോക്ക്. പൗലോസിൻ്റെ ജീവിതത്തിൽ
ആ വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ 12-ാം അധ്യായത്തിൽ കൊരിന്ത്യ ലേഖനത്തിൽ ആ വലിയ പ്രതിസന്ധി വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ കൃപ കിട്ടിയത്. ആ പോരാട്ടം നമ്മളെ തകർക്കാനല്ല, കൂടുതൽ കൃപ ഏറ്റെടുക്കാനാണ് കേട്ടോ. ഇന്ന് താങ്കൾ അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധി ഉണ്ടല്ലോ, ആ കണ്ണുനീര്, ശരിക്കും അങ്ങനെ ഒരു വിഷയം ഉണ്ടായതുകൊണ്ടല്ലേ ഉപവസിക്കാൻ പറ്റുന്നത്? ശരിക്കും അങ്ങനെ ഒരു പ്രതിസന്ധി ഉള്ളത് കൊണ്ടല്ലേ ദൈവവചനം കേൾക്കാൻ മനസ്സ് വെക്കുന്നത്? ശരിക്കും അങ്ങനെ ഒരു ശോധന ഉള്ളത് കൊണ്ടല്ലേ പ്രാർത്ഥിക്കാൻ മനസ്സ് വെക്കുന്നത്? തീർച്ചയായിട്ടും ആ ശോധനയുടെ കാലഘട്ടത്തിൽ നീ പ്രാർത്ഥിക്കുന്നത്, ആ ശോധനയുടെ കാലഘട്ടത്തിൽ നീ ദൈവത്തെ നിലവിളിക്കുന്നത് നിനക്ക് കൃപ പകരും. ആമേൻ. നിന്നെ ആത്മീയത്തിൽ സ്ട്രോങ് ആക്കും. കാരണം അപ്പുറത്ത് ദൈവത്തിന് ചിലത് നിന്നിലൂടെ, നിൻ്റെ കുടുംബത്തിലൂടെ ചെയ്തെടുക്കാനുണ്ട്. ലോകം ഭോഷരെന്നെണ്ണിയ, കഴിവില്ലെന്നെണ്ണിയ, ഇവരെ കൊണ്ടൊന്നും ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നെണ്ണിയ നിന്നെയും നിൻ്റെ തലമുറയും നിൻ്റെ കുടുംബത്തെക്കുറിച്ച് ദൈവം ചെയ്തെടുക്കാൻ പോകുന്ന വലിയ പദ്ധതികൾ, അത് പൂർത്തീകരിക്കാനുള്ളതിൻ്റെ സ്റ്റെപ്സാണ് ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ. ആമേൻ. സാത്താൻ്റെ ദൂതനെ കുത്താൻ ഏൽപ്പിച്ചപ്പോൾ ആർക്കും കിട്ടാത്ത ദൈവകൃപ പൗലോസിന് ദൈവം പകർന്നു. ആരും അനുഭവിക്കാത്ത ദൈവശക്തി പൗലോസ് അനുഭവിച്ചു. അതുകൊണ്ട് പറയും, എൻ്റെ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കുന്നു. ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ദൈവത്തിൻ്റെ പൈതലേ നിന്നെ ശക്തനാക്കി പുറത്തെടുക്കാൻ പോവാം. ഈ പോരാട്ടം നിന്നോടല്ല, നിന്നെ ഏൽപ്പിച്ച ഭൗത്യത്തോടാണ്. ഈ പോരാട്ടം നിന്നോടല്ല, നിന്നിൽ പകർന്ന ദൈവകൃപയോടാണ്. ഈ പോരാട്ടം നിന്നോടല്ല, നിന്നിൽ കിടക്കുന്ന വാക്തത്വത്തോടാണ് കേട്ടോ. ദാവീദിൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം അനുഭവിച്ച പ്രതിസന്ധികൾ വലുതാണ്. ദാവീദിൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകം അത് രാജകീയ അഭിഷേകമാണ്. ഇസ്രായേലിൻ്റെ രാജാവാകാനുള്ള അഭിഷേകമാണ് ദാവീദിൻ്റെ മേൽ കിടക്കുന്നത്. അപ്പോൾ ആ പോരാട്ടം ദാവീദിൻ്റെ മേത്ത് ഉള്ളത് ദാവീദിൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തോടാണ്. ആ അഭിഷേകം ദൈവം പകർന്നിരിക്കുന്നത് കാട്ടിക്കിടക്കാനല്ല, രാജസ്ഥാനത്ത് വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഫൈറ്റിങ് മൊത്തം അതിനോടാണ്. മറ്റൊന്ന്, ദാവീദിൻ്റെ അകത്ത് കിടക്കുന്ന വാക്തത്വം എന്ന് പറഞ്ഞാൽ ചെറിയതല്ല. വേദപുസ്തകത്തിൽ ഏറ്റവും ശക്തമായ പ്രവചനങ്ങളിൽ ഒന്നാണ് ദാവീദിൻ്റെ അകത്ത് കിടക്കുന്നത്. ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു വേര് പൊട്ടിപ്പുറപ്പെടും. ദാവീദിൻ്റെ സന്തതിയായി ഒരുവൻ ജനിക്കണം എന്ന് പറഞ്ഞാൽ മശിഹ കിടക്കുന്നത് ദാവീദിൻ്റെ അകത്താണ്. ഇശായിയുടെ വീട്ടിൽ 8 പിള്ളേരുണ്ട്. 7 പേരും തടിമിടുക്കുള്ളവരാണ്. 7 പേരും പട്ടാളത്തിലാണ്. അപ്പനും അമ്മയ്ക്കും 7 പേരെ വലിയ കാര്യമാണ്. ഒരു സദ്യ നടക്കുമ്പോൾ, വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഈ 7 പേരെയും വിളിക്കും. പക്ഷെ ദാവീദിനെ വിളിക്കത്തില്ല, റിജക്ഷനാണ്. പക്ഷെ അവർക്കാർക്കും ഇല്ലാത്തൊരു വാക്തത്വം ദാവീദിൻ്റെ അടുത്ത് കിടപ്പുണ്ട്. അവർക്കാർക്കും ഇല്ലാത്തൊരു അഭിഷേകം ദൈവം ദാവീദിൻ്റെ മേൽ പകരാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ശൗമേലിനെ ഇശായിയുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ 1 ശമൂവേൽ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, കൊമ്പിൽ തൈരം നിറച്ച് പുറപ്പെടുക, ഞാൻ നിന്നെ ബേത്ലഹേമ്യനായ ഇശായിയുടെ അടുക്കൽ അയക്കും, അവൻ്റെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോൾ ദൈവം കണ്ട രാജാവ് ദാവീദാണ്. പക്ഷേ ഈ ഫൈറ്റിങ് ദാവീദ് ഒരുപാട് അനുഭവിച്ചു. 2 രീതിയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പോരാട്ടങ്ങൾ അനുഭവിക്കുന്നു. ഒന്ന്, അകത്തുനിന്നും പോരാട്ടം അനുഭവിക്കും, പുറത്തുനിന്നും അനുഭവിക്കും. ദാവീദിന് പുറത്തുനിന്ന് ഒരുപാട് ഫൈറ്റിങ് വന്നേ. അപ്പനും അമ്മയും തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഔട്ട്സൈഡിൽ നിൽക്കുന്നവരാണ്. അവർ തള്ളിക്കളഞ്ഞു. നമ്മുടെ ശരീരത്ത് ഒരു രോഗം ഉണ്ടാകുന്നത് പോലെ തന്നെ ആ രോഗം നമുക്ക് എന്തുമാത്രം വേദന ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ വേദന ഉണ്ടാക്കുന്നതാണ് നമ്മുടെ മനസ്സിനുണ്ടാകുന്ന വേദനയെന്ന് പറയുന്നത്. ശരീരത്തിലെ രോഗം സൗഖ്യമാക്കാൻ എന്തെങ്കിലും മരുന്ന്, സെഡേറ്റീവായിട്ടുള്ള സെഡേഷൻ തരുന്ന ഏതെങ്കിലും മരുന്ന് കഴിച്ചാൽ രോഗശമനം ഉണ്ടാവും. പക്ഷെ മനസ്സിനുണ്ടാകുന്ന മുറിവ്, വേദന എന്ന് പറയുന്നത് അത് മരുന്ന് കൊടുത്താൽ മാറുന്നതല്ല, അതെന്നും നിലനിൽക്കും. ഇതുപോലെ ഒരു റിജക്ഷൻ വീട്ടിനകത്ത് അനുഭവിച്ച ഒരു വ്യക്തിയാണ് ദാവീദ്. അത് സെഡേറ്റീവായി ഒരു മരുന്ന് കൊടുത്താൽ മാറത്തില്ല. ഇങ്ങനെ മാനസികമായി പിരിമുറുക്കം അനുഭവിച്ച് റിജക്ഷൻ അനുഭവിച്ചാൽ ജീവിതം തന്നെ അവസാനിപ്പിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ഇങ്ങനെ ഒരു മാനസിക വ്യത ദാവീദ് അനുഭവിച്ചു. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, റിജക്ഷനാണ്. വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ വിളിക്കത്തില്ല. ദാവീദ്, ഈ റിജക്ഷൻ നിന്നോടല്ല,
നിൻ്റെ മേൽ കിടക്കുന്ന രാജാഭിഷേകത്തോടെ, നിൻ്റെ മേൽ അകത്ത് കിടക്കുന്ന മഷിഹ നിൻ്റെ അകത്തു നിന്ന് പുറപ്പെടണമെന്നുള്ള ആ വാഗ്ദത്തത്തോടെ. മാനസികമായ തലത്തിൽ പ്രശ്നങ്ങൾ വന്നു, പക്ഷെ ദൈവം ദാവീദിനെ താങ്ങി ചേർത്ത് നിർത്തി ദൈവസാന്നിധ്യത്തിൽ ആ പ്രതിസന്ധിയെ താൻ മറികടന്നു. മറ്റൊന്ന് തൻ്റെ ആയുസ്സിന് നേരെയുള്ള ഫൈറ്റിങ്ങാണ്. കാട്ടിൽ ആടിനെ മേയിച്ചുകൊണ്ട് നടന്നപ്പോൾ, അഭിഷേകം പ്രാപിച്ചതിന് ശേഷമാണ് കാട്ടിൽ ആടിനെ മേയിച്ചുകൊണ്ട് നടന്നപ്പോൾ കരടിയും സിംഹവും തൻ്റെ നേരെ വന്നത്. ആദ്യം കരടിയും സിംഹവും ആടിൻ്റെ നേരെ വന്നു. എന്നാൽ ആടിനെ രക്ഷിക്കാൻ വേണ്ടി ദാവീദ് ഇറങ്ങി വന്നപ്പോൾ ദാവീദിൻ്റെ നേരെ തിരിഞ്ഞെന്നാണ് 1 ശമൂവേൽ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ വന്നത്. അത് എൻ്റെ നേരെ വന്നപ്പോൾ, ദാവീദേ, അത് നിൻ്റെ നേരെയല്ല, നിൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിൻ്റെ നേരെയാണ്. നിന്നെ ആ കാട്ടിൽ ഒടുക്കിക്കളയാൻ സിംഹവും കരടിയും വന്നു. ഈ കാട്ടിൽ അസ്തമിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതി തീരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അഭിഷേകമുള്ളവൻ്റെ നേരെ, അവൻ്റെ പ്രാണന് നേരെ സിംഹവും കരടിയും അലറി വന്നപ്പോൾ അതിൻ്റെ മുമ്പിൽ പകച്ചു നിന്ന് അഭിഷക്തനെ അല്ല കണ്ടത്, അതിനെ ഒരാട്ടിൻകുട്ടിയെപ്പോലെ വലിച്ചു കീറിക്കളഞ്ഞു. ഒരു പ്രാവശ്യമല്ല ദാവീദിൻ്റെ ആയുസ്സിന് നേരെ വെല്ലുവിളി ഉണ്ടായത്, പല പ്രാവശ്യം വന്നു. 17-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം വായിക്കുമ്പോൾ ഫെലിസ്ത്യൻ ഗോലിയാത്ത് ദാവീദിനെ ആയുസ്സിന് നേരെ വെല്ലുവിളിച്ചു. ഇന്ന് നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുമെന്ന് 1 ശമൂവേൽ 17:45 പറയുമ്പോൾ, ദാവീദേ, ആ വെല്ലുവിളി നിന്നോടല്ല, നിന്റെ അകത്ത് കിടക്കുന്ന രാജാഭിഷേകത്തോടാ. ദാവീദേ, ആ വെല്ലുവിളി നിന്നോടല്ല, നിന്റെ അകത്ത് കിടക്കുന്ന വാഗ്ദത്തത്തോടാ. പക്ഷേ അതിൻ്റെ നടുവിൽ അഭിഷേകത്തിൽ ആ വെല്ലുവിളിയെ താൻ മറികടന്നു. വീണ്ടും രാജകൊട്ടാരത്തിലേക്ക് വിടുമ്പോൾ ആ രാജ്യത്തെ രാജാവായിരുന്ന ശൗല് 18-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാവീദിൻ്റെ മേലുള്ള അഭിഷേകം നിമിത്തം, ശൗലിൻ്റെ മേലുള്ള അഭിഷേകം നഷ്ടപ്പെട്ടത് നിമിത്തം ദാവീദ് കിന്നരം വായിക്കുമ്പോൾ ശൗലിൻ്റെ ദുരാത്മാവ് വിട്ടുപോവുകയാണ്. പക്ഷേ ദാവീദിനെ എല്ലാവരും അംഗീകരിക്കുന്നു. അതുകൊണ്ട് ശൗലിന് ദാവീദിനോട് അസൂയ ഉണ്ടാകുന്നു. 1 ശമൂവേൽ 18-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ദാവീദ് പതിവ് പോലെ കിന്നരം വായിച്ചു കൊണ്ടിരുന്നു. ശൗലിൻ്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ദാവീദിനെ ചുവരോട് ചേർത്ത് കുത്തുവാൻ വിചാരിച്ചുകൊണ്ട് ശൗല് കുന്തം ചാടി. എന്നാൽ ദാവീദ് 2 പ്രാവശ്യം അവൻ്റെ മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞു. ശൗല് കുന്തം എടുത്തുകൊണ്ട് ചുവരിനോട് ചേർത്ത് ദാവീദിനെ കൊല്ലാൻ വേണ്ടി കുത്തിയതാണ്. ദാവീദേ, ഈ കുന്തം നിൻ്റെ നേരെയല്ല വരുന്നേ, നിൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിൻ്റെ നേരെയാണ്. ദാവീദേ, ഈ കുന്തം നിൻ്റെ നേരെയല്ല വരുന്നത്, നിൻ്റെ മേലുള്ള വാഗ്ദത്തത്തിൻ്റെ നേരെയാണ് വരുന്നത്. കാട്ടിൽ നിന്നെ ഒടുക്കാൻ ശ്രമിച്ചു നടന്നില്ലേ, യുദ്ധക്കളത്തിൽ നിന്നെ ഒടുക്കാൻ ശ്രമിച്ചു നടന്നില്ല, ഇപ്പം കൊട്ടാരത്തിൽ, നീ ഇരിക്കേണ്ട കൊട്ടാരത്തിൽ, നീ വാണരുളേണ്ട കൊട്ടാരത്തിൽ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി കിടക്കുന്ന കൊട്ടാരത്തിൽ നിന്നെ ഒടുക്കാൻ ശ്രമിച്ചു. പക്ഷേ വഴുതി മാറി. ആമേൻ. 19-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ വീണ്ടും ചുവരോട് ചേർത്ത് കുത്തുവാൻ ശൗല് നോക്കി. എന്നാൽ അവൻ ശൗലിൻ്റെ മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞു, കുന്തം ചുവരിൽ തറച്ചെന്ന് 19-10 വായിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, പല പ്രാവശ്യം ആയുസ്സിന് നേരെ വെല്ലുവിളി ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നു. കൊന്നുകളയാൻ, ഒടുക്കിക്കളയാൻ, പ്രോമിസ് ഫുൾഫിൽമെൻറ്റിൻ്റെ മുമ്പിൽ ഒടുക്കിക്കളയാൻ പല പ്രാവശ്യം പോരാട്ടം വന്നു. ഇതെല്ലാം ദാവീദിൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തോടും തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയോടുകൂടിയായിരുന്നു. അകത്തു നിന്നും പുറത്തു നിന്നും പ്രതിസന്ധി വന്നു, പക്ഷെ പിടിച്ചു നിന്നു. ദൈവത്തിൻ്റെ പദ്ധതി താൻ പൂർത്തീകരിച്ചു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവദാസ, നിന്നെക്കുറിച്ചൊരു ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ, താങ്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ, മാതാവേ പിതാവേ താങ്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു പ്രോമിസ് ഉണ്ടെങ്കിൽ, എന്തെല്ലാം പ്രതിസന്ധികൾ മാനസികമായോ ശാരീരികമായോ അകത്തു നിന്നോ പുറത്തു നിന്നോ അനുഭവിച്ചാലും ഒരു കാര്യം ഓർത്തോണം, അത് നിന്നോടല്ല ഫൈറ്റ് ചെയ്യുന്നത്, നിൻ്റെ അകത്ത് കിടക്കുന്ന ദൈവകൃപയോടാ. നിന്നോടല്ല അത് ഫൈറ്റ് ചെയ്യുന്നത്, നിൻ്റെ അകത്തുള്ള പ്രോമിസിനോടല്ല, നിൻ്റെ അകത്തുള്ള വാക്തത്വത്തോടാണ്, നിന്നെ പകർന്ന അഭിഷേകത്തോടാണ്, നിന്നോടുള്ള ദൈവത്തിൻ്റെ വിളിയോടാണ്. ഇവിടെ നിന്നെ ഒടുക്കിക്കളഞ്ഞാൽ അത് നടക്കില്ല. ആമേൻ. ഇതിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തു. മോശയുടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ ഇതേ അവസ്ഥയിലൂടെയാണ് മോശ പറഞ്ഞു, വലിയ ദൈവപദ്ധതി, ലക്ഷക്കണക്കിന് ആളുകളെ നയിക്കുവാൻ പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനെന്ന് അറിയപ്പെടുന്ന മോശ, തൻ്റെ ആരംഭ കാലഘട്ടം നമ്മൾ പഠിക്കുമ്പോൾ 2 ശമൂവേൽ 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ദാവീദ് 2 പ്രാവശ്യം
ഫറവോനിലൂടെ താൻ ജനിച്ച കാലഘട്ടത്തിൽ തൻ്റെ സമപ്രായക്കാരായ താൻ ഉൾപ്പെടെയുള്ളവരെ കൊല്ലുവാൻ ഒരു ഓർഡർ കൊടുക്കുന്നതായി പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. എബ്രായ സ്ത്രീകൾ പ്രസവശയിൽ ആയിരിക്കുന്ന സമയത്ത്, അവർ പ്രസവിക്കുന്ന സമയത്ത് കുട്ടി ആണാകുന്നുവെങ്കിൽ കൊന്നുകളയാൻ ഒരു ഓർഡർ വന്നു. ഈ ഓർഡർ അവിടെയുള്ള ബാക്കി കുഞ്ഞുങ്ങളോടല്ല, മോശയോടാണ്. മോശ കൊല്ലപ്പെടണം, അതിനാ ഓർഡർ അവിടെ ഉണ്ടായേ. എന്നാൽ മോശയ്ക്ക് വിരോധമായിട്ടല്ല ആ ഓർഡർ വന്നത്. ഞാൻ പറയും മോശയുടെ അകത്ത് കിടക്കുന്ന വാഗ്ദത്തത്തോടെ, മോശയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരോധമായിട്ടാണ് ആ പോരാട്ടം അടിക്കുന്നത്. പക്ഷെ കൊന്നുകളയാൻ ഫറവോന് പറ്റിയില്ല. സഹോദരി, ഒരു കാര്യം ഓർത്തോണം. ചില നിയമങ്ങൾ വന്നിരിക്കുന്നത് നിനക്ക് വിരോധമാണെന്ന് നീ പറയുമ്പോൾ നിനക്ക് വിരോധമായിട്ടല്ല. ചില ഓർഡറുകൾ പാസ്സാകിയിരിക്കുന്ന, ചില ബില്ലുകൾ പാസ്സായിരിക്കുന്ന നിനക്ക് വിരോധമായിട്ടാണെന്ന് നീ ചിന്തിക്കരുത്. ആമേൻ. നിൻ്റെ അകത്ത് കിടക്കുന്ന ദൈവ പദ്ധതിയോടാണ് ആ ഓർഡർ വന്നിരിക്കുന്നത്, അതിനെതിരെയാണ്. പക്ഷെ ഞാൻ പറയാം, ദൈവം പ്രവർത്തിക്കും, ആര് തടുക്കുമെന്നൊരു വാക്യം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലുണ്ട്. എൻ്റെ കൈ നീട്ടിയിരിക്കുന്നു, ആരത് പിൻവലിക്കുമെന്നൊരു വാദം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലുണ്ട്. ഏതൊക്കെ നിയമങ്ങൾ വന്നാലും ആ നിയമം നിന്നെ തൊടത്തില്ല, നീ തെറ്റി ഒഴിയും. ആ നിയമം നിന്നെ തൊടാതെ അത് തെറ്റി ഒഴിയും. ശൗലിൻ്റെ കുന്തം ദാവീദിനെ തൊടാതെ ഭിത്തിയിൽ തറച്ചതുപോലെ നിന്നെയോ നിനക്ക് ദൈവം തന്നിരിക്കുന്ന നന്മകളെയോ തൊടാതെ ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നീ ആയിരിക്കുന്ന രാജ്യത്ത്, നീ ആയിരിക്കുന്ന സ്ഥലത്ത്, നിൻ്റെ കുഞ്ഞായിരിക്കുന്ന സ്ഥലത്ത് ഉണ്ടാകും. ചില നിയമങ്ങൾ, അധികാരികൾ നിനക്കെതിരെ പുറപ്പെടുവിച്ചത് നിനക്കെതിരെയല്ല, മോശയെ നിനക്കെതിരെയല്ല, നിൻ്റെ അകത്ത് കിടക്കുന്ന പ്രോമിസിനെതിരെയാണ്. പക്ഷെ ആ നിയമം, കൊന്നുകളയുമെന്നുള്ള നിയമം മോശയെ തൊട്ടില്ല. ആമേൻ. ഇതുപോലെ മാനസിക വ്യതയും മോശ അനുഭവിച്ചു. സ്വന്തം സഹോദരന്മാർ അവനെ ഉന്തിക്കളഞ്ഞു. എന്നാൽ ഇതിൽ നിന്നെല്ലാം മോശയെ പുറത്തെടുത്തു. ഈ മാനസിക വ്യതയും പുറത്തു എന്നുള്ള നിയമങ്ങളും ആർക്കെതിരെയായിരുന്നു? മോശയുടെ അകത്ത് കിടക്കുന്ന ദൈവപദ്ധതിക്കെതിരെയായിരുന്നു ആ പോരാട്ടം. പക്ഷെ അതിൽ നിന്നെല്ലാം വിടുവിച്ചു. യേശുവിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അകത്തു നിന്നും പുറത്തു നിന്നും യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിട്ടു. മോശയുടെ ജീവിതത്തിൽ തൻ്റെ ചെറുപ്രായത്തിൽ തൻ്റെ ജീവനെ കവർന്നു കളയുവാൻ ഹേരോദാവ് നിയമം പുറപ്പെടുവിച്ചതുപോലെ, ഫറവോൻ നിയമം പുറപ്പെടുവിച്ചതുപോലെ യേശുവിൻ്റെ ജീവിതത്തിൽ ഹേരോദാവ് നിയമം പുറപ്പെടുവിക്കുന്നത് മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. നൈൽ നദിയിൽ മുക്കിക്കളയാൻ, നൈൽ നദിയിലെ ദുഷ്ടജന്തുക്കൾ മോശയുടെ ജീവനെ നശിപ്പിക്കാൻ തയ്യാറായി നിന്നപ്പോൾ ആ വെള്ളത്തിനകത്ത് കിടന്ന മരണത്തിൽ നിന്ന് മോശ പുറത്തു വന്നതുപോലെ യേശു കർത്താവ് സഞ്ചരിച്ച പടകിൽ ആ വെള്ളത്തിൽ മുക്കിക്കളയുവാൻ ശക്തമായ പ്രതിസന്ധികൾ, പോരാട്ടങ്ങൾ ആ കടലിൽ വ്യാപരിച്ചുവെങ്കിലും ആ പ്രതിസന്ധിക്കകത്തും കർത്താവ് പുറത്തു വന്നു. മത്തായി സുവിശേഷം 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 3 വിദ്വാൻമാർ കിഴക്ക് നിന്ന് വന്നത് യെരുശലേമിൽ എത്തിയത് 2-ാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യത്തിലുണ്ട്. അവർ ജ്യോതിശാസ്ത്രജ്ഞന്മാരാണ്. നക്ഷത്രത്തിൻ്റെ ദിക്കനുസരിച്ച് കാര്യങ്ങളെ ഗണിച്ചറിയുന്നവരാണ്. അതുകൊണ്ട് എന്തു പറ്റി? നക്ഷത്രം കിഴക്ക് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി യഹൂദന്മാരുടെ രാജാവ് പിറന്നിരിക്കുന്നു. അവർ രാജാവിനെ കാണുവാൻ ഹേരോദാവിൻ്റെ കൊട്ടാരത്തിൽ വന്നു. അപ്പോൾ പറഞ്ഞു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എന്തിയേ? ഞങ്ങൾ കിഴക്ക് നക്ഷത്രം കണ്ടല്ലോ, അതുകൊണ്ട് രാജാവ് പിറക്കുന്നത് കൊട്ടാരത്തിലായതുകൊണ്ട് ഞങ്ങൾ കൊട്ടാരത്തിൽ വന്നത്. ഇത് കേട്ടോടനെ ആ കാലത്തെ രാജാവായിരുന്ന ഹെരോദാവ് ഭ്രമിച്ചു. എടാ, ഞാനല്ലേ ഇവിടെ രാജാവായി ഭരിക്കുന്നേ, ഞാനല്ലാതെ യഹൂദന്മാർക്ക് മറ്റൊരു രാജാവ് ഉണ്ടായോ? അദ്ദേഹം ഭ്രമിച്ചു. ഇത് കേട്ടുടനെ അദ്ദേഹം തന്ത്രങ്ങളായിട്ട് മെനയാൻ തുടങ്ങി. മത്തായി സുവിശേഷം 2:7 ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചിട്ട് പറയുകയാണ്, നക്ഷത്രം വെളിവായ സമയം ഏതാണ്? എന്നിട്ട് ബേഥലഹേമിലേക്ക് അയച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ ശിശുവിനെ സൂക്ഷ്മമായി അന്വേഷിക്കണം. വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നു. മത്തായി 2:8 പറയുകയാണ്, നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കണമെന്ന്. കണ്ടെത്തിയാൽ ഞാനും വന്ന് നമസ്കരിക്കുവാൻ തിരിച്ചെൻ്റെ അടുത്ത് നിങ്ങൾ വരണം. വിദ്വാൻമാർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ നക്ഷത്രത്തിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് പോയി. ഒടുവിൽ യേശു കർത്താവിനെ ചെന്ന് കണ്ടു. ശിശുവിനെ അമ്മയായ
മറിയോടുകൂടെ കണ്ടിട്ട് യേശുവിനെ നമസ്കരിക്കുന്നു, നിക്ഷേപപാത്രങ്ങളെ തുറക്കുന്നു, പൊന്ന്, കുന്തിരിക്ക, മൂര കാഴ്ചവെക്കുന്നു. എത്ര വിദ്വാൻമാരാണെന്ന് ഇവിടെ പറയുന്നില്ല, പക്ഷെ 3 കാര്യങ്ങളാണ് അവർ കാഴ്ചവെച്ചത്. എന്നാൽ 12-ാം വാക്യത്തിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകുക. ഹെരോദാവ് പ്ലാൻ ചെയ്തിരിക്കുന്ന എന്തുവാ? ഈ ശിശുവിനെ ചെന്ന് നമസ്കരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ഈ കുഞ്ഞിനെ കണ്ടാൽ ഇതിനെ അങ്ങ് കൊന്നുകളയണം, കാരണം ഞാനല്ലാതെ മറ്റൊരു രാജാവിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. പക്ഷേ ഹെരോദാവേ, താങ്കൾക്കറിയാമോ, ഈ ജനിച്ചിരിക്കുന്നത് 700 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ അനാദി നിർണയത്തിൻ്റെ പദ്ധതിയായിരുന്നുവെന്ന്, 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് പ്രവചിച്ച പ്രവചനത്തിൻ്റെ നിവൃത്തിയാണെന്ന്, ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന്, ദൈവത്തിൻ്റെ കുമാരനായിരുന്നു, ദൈവമായിരുന്നവനാണ് ഈ കിടക്കുന്നതെന്ന് ഹെരോദാവിന് അറിയാമോ? ഇല്ല. കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തു. പക്ഷെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്, ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ജനിച്ച കുഞ്ഞിനെ കൊന്നുകളയാൻ ഹെരോദാവ് പദ്ധതിയിട്ടപ്പോൾ ഒറ്റ സ്വപ്നം കൊണ്ട് ആ പദ്ധതിയെ മാറ്റിക്കളഞ്ഞു. ഈ പദ്ധതി യേശുവിലൂടെ നിവർത്തിയാകേണ്ട രക്ഷണ്യ പ്രവൃത്തിക്കെതിരെയുള്ള പിശാചിൻ്റെ ഫൈറ്റിംഗ് ആയിരുന്നു. അതിനെ ഒറ്റ സ്വപ്നം കൊണ്ട് ദൈവം മാറ്റിക്കളഞ്ഞു. തീർന്നില്ല കേട്ടോ. 1-ാമത്തെ ഇൻസിഡൻ്റ് ഇതാണ്. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 13-ാം വാക്യത്തിൽ യോസഫിൻ്റെ അടുക്കൽ ദൂതൻ വന്നിട്ട് പറയുക, ഇതെല്ലാം ഒരേ സമയത്താണ് നടക്കുന്നത്. നീ എഴുന്നേറ്റ്, യോസഫിനോട് പറയാം, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് പോകണം. കാരണം എന്താ? ഞാൻ നിന്നോട് പറയുന്നത് വരെ അവിടെ പാർക്കണം. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കുവാൻ അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നുവെന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിസ്രൈമിലേക്ക് പോയി. അപ്പോൾ യേശുവിൻ്റെ അമ്മയും യോസഫും കൂടെ യേശുവിനെ എടുത്തുകൊണ്ട് മിസ്രൈമിലേക്ക് പോവുക. കാരണം സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇടപെട്ടു, ഹെരോദാവ് കൊല്ലാൻ വരുന്നെന്ന്. 2-ാമത് ദൈവത്തിൻ്റെ ഇടപെടൽ, അതും സ്വപ്നത്തിലൂടെ. വിദ്വാൻമാർക്ക് ഇടപെട്ട അതേ രീതിയിൽ യോസഫിന് ഇടപെട്ടിട്ട് യേശുവിനെ അവിടെ നിന്ന് മാറ്റുകയാണ്. കാരണം ഹെരോദാവിൻ്റെ പരിപാടി ദൈവം യോസഫിനെ അറിയിക്കുക. ഇത് യേശുവിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാകാതിരിപ്പാൻ പിശാച് തന്ത്രം മെനയുമ്പോൾ സിമ്പിളായിട്ട് ദൈവം അതിനകത്തുനിന്ന് ഊരിക്കൊണ്ടുവരിക. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന മാതാവേ പിതാവ് ഒരു ദൂത് പറയാം. പിശാച് തൻ്റെ ആയുധപ്പുരയിലെ എല്ലാ കാര്യങ്ങളും നിൻ്റെയും നിൻ്റെ തലമുറയ്ക്കെതിരെ ശേഖരിച്ചു അത് മിനുക്കി അമ്പാക്കി വെച്ചാലും വളരെ നിസ്സാരമായിട്ട് ആ കുരുക്കഴിച്ച് പുറത്തു കൊണ്ടുവരാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഒരൊറ്റ സ്വപ്നം കൊണ്ട് ദൈവം വിടുതൽ കൊടുക്കുക. 2 പ്രാവശ്യം നടന്നേ. 3-ാമത് നമ്മൾ വീണ്ടും വചനം വായിക്കുമ്പോൾ 16-ാം വാക്യത്തിൽ വരുമ്പോൾ, വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹെരോദാവ് കണ്ടവർ വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം 2 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെയെല്ലാം ബേഥലേഹയിലും അതിൻ്റെ എല്ലാ അതിരുകളിലും ആളയച്ച് കൊല്ലിച്ചു. 19-ാം വാക്യത്തിൽ, എന്നാൽ ഹെരോദാവ് കഴിഞ്ഞുപോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ മിസ്രൈമിൽ വെച്ച് യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ശിശുവിനെ പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചുപോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. വീണ്ടും സ്വപ്നത്തിലൂടെ ദൈവം ഇടപെടുകയാണ്. 3 പ്രാവശ്യമാണ് ഇതേ അധ്യായത്തിൽ സ്വപ്നത്തിലൂടെ ദൈവത്തിൻ്റെ ദൂതൻ ഇടപെട്ട് യേശുക്രിസ്തുവിൻ്റെ ജീവനെ, യേശു കുഞ്ഞിൻ്റെ ജീവനെ രക്ഷിക്കുന്നത്. കാരണം ആ പോരാട്ടം ഹെരോദാവ് അഴിച്ചുവിടുന്നത് യേശുവിൻ്റെ മേലുള്ള ദൈവ പദ്ധതിക്കെതിരെയായിരുന്നു. മത്തായി സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും, ഗൂഢമായി മറിയെ ഉപേക്ഷിക്കുവാൻ യോസഫ് തയ്യാറായി നിൽക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഒരു സ്വപ്നത്തിൽ വന്നിട്ട് പറയുകയാണ്, അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവില, അവളെ ചേർത്തുകൊള്ളാൻ നീ ശങ്കിക്കണ്ട. മറിയെ ഉപേക്ഷിക്കാൻ യോസഫ് തയ്യാറായി നിൽക്കുമ്പോൾ ആ രാത്രിയിൽ ഒറ്റ സ്വപ്നം കൊണ്ട് ആ ദുശ്ചിന്തയെ ദൈവത്തിൻ്റെ ആത്മാവ് മാറ്റിക്കളഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മാനസികമായോ ശാരീരികമായോ പുറത്തു നിന്നോ അകത്തു നിന്നോ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടാലും നീ ഓർത്തോണം, ആ പോരാട്ടം നിന്നോടല്ല, നിൻ്റെ മേൽ കിടക്കുന്ന ദൈവപ്രവൃത്തിയോടെയാണ്. പുറത്തു നിന്നുള്ള ചില ഫൈറ്റിങ്ങുകൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹെരോദാവിൻ്റെ നിയമമോ ഫറവോൻ്റെ നിയമമോ കാട്ടിൽ തൻ്റെ നേരെ വരുന്ന സിംഹത്തെയോ കരടിയോ ഗോലിയാത്തിനെയോ ശൗലിൻ്റെ കുന്തത്തെയോ തൊടാൻ, അതിനെ തകർത്ത് കളയാനുള്ള ശക്തി ബാഹ്യമായി ആർക്കുമില്ല. അത് പുറത്തു നിന്നുള്ള ഫൈറ്റിങ്ങാണ്. എന്നാൽ അകത്തു നിന്നൊരു ഫൈറ്റിംഗ് ഉണ്ട്. എന്താണെന്നറിയാമോ?
കൃപയുള്ള, അഭിഷേകമുള്ള, ദൈവശക്തിയുള്ള, പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിനെ തെറ്റിച്ച് കളയാൻ, ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് തെറ്റിച്ച് കളയാൻ, ദൈവകൃപയിൽ നിന്ന് തെറ്റിച്ച് കളയാൻ പിശാച് അകത്ത് നിന്ന് തന്ത്രങ്ങൾ മെനയും. എന്നാൽ ഈ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലെന്ന് എഫേസ്യ ലേഖനത്തിൽ വായിക്കുക. അതാ പറയുന്നത്, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കണം. അപ്പോൾ പുറത്തു നിന്നുള്ള പോരാട്ടം ആര് കൺട്രോൾ ചെയ്തോളും? പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്തോളും. അത് രോഗമാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, മാനസിക തലത്തിൽ എന്തും ആയിക്കോട്ടെ. കാരണം നിന്നമേൽ ദൈവം വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. ആ വാഗ്ദത്തം നിവർത്തിക്കാൻ ദൈവം ശക്തനാണ്. എന്നാൽ അകത്തു നിന്നുള്ള ഈ ഫൈറ്റിങ്ങിനെ നമ്മൾ തന്നെ പ്രാർത്ഥിച്ച് ജയമെടുക്കണം. ഞാൻ എൻ്റെ വാക്കിവിടെ നിർത്തുമ്പോൾ ആത്മാവിൽ ഞാൻ പറയാം, പോരാട്ടം നിന്നോടല്ല, നിൻ്റെ അകത്ത് കിടക്കുന്ന വാഗ്ദത്തോടാണ്. പോരാട്ടം നിന്നോടല്ല, നിൻ്റെ അകത്ത് കിടക്കുന്ന ശുശ്രൂഷയോടാണ്, നിൻ്റെ അകത്ത് കിടക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയോടാണ്. പ്രാർത്ഥിച്ച് ജയമെടുത്തോ. പിശാചിൻ്റെ തന്ത്രങ്ങളെ ദൈവം പൊളിക്കും, അവൻ്റെ പദ്ധതികളെ ദൈവം തകർക്കും. അതിനുള്ള ദൈവശക്തി ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ പോരാടുക, ദൈവകൃപ ഏറ്റെടുക്കുക. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം നിവർത്തിക്കട്ടെ, ദൈവമേൽപ്പിച്ച ഭൗത്യം പൂർത്തീകരിക്കട്ടെ. വഴിയിൽ പട്ടുപോകാനോ വഴിമധ്യേ വെച്ച് നശിച്ചു പോകാനോ അല്ല ദൈവം നമ്മെ വിളിച്ചത്. ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. അങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ലോകരാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവജന സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾക്കായി സ്തോത്രം, ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിനായി സ്തോത്രം, ശുശ്രൂഷയ്ക്കായി സ്തോത്രം, ദൈവകൃപയ്ക്കായി സ്തോത്രം. അതിൻ്റെ പൂർത്തീകരണം കാണുക കർത്താ, കൃപ തരണമേ. ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് ആയിരങ്ങളോട് സംസാരിച്ച് നന്ദി പറയുന്നു. അവരെ ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണം. പിശാചിൻ്റെ തന്ത്രങ്ങൾ ജയിക്കാനുള്ള ദൈവശക്തി, ദൈവകൃപ നിൻ്റെ മക്കൾക്ക് കൊടുക്കണം. പ്രാർത്ഥന ചോദിച്ച സകല വ്യക്തികളെ ഈ സമയത്ത് അവിടുത്തെ കരങ്ങളിൽ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കമൻറ്റുകളിലൂടെ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ അയച്ച സകല വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കൊടുക്കണമേ. ദൈവകൃപ ഏറ്റെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് സഹായിക്കും. ഒരുമിച്ച് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ.